എല്ലാ മിടുക്കരായ കൂട്ടുകാർക്കും നമസ്കാരം. നമ്മുടെ സ്കോളർഷിപ്പ് പരീക്ഷ റിവിഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ EVSലെ ഒന്നാമത്തെ യൂണിറ്റായ ജീവികളും ചുറ്റുപാടും അടിപൊളിയായിട്ടൊന്ന് റിവൈസ് ചെയ്യാൻ പോവുകയാണ്. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള എല്ലാ പോയിന്റ്സും നമുക്ക് ഒരുമിച്ച് പഠിച്ചെടുക്കാം. എല്ലാവരും റെഡിയല്ലേ? എങ്കിൽ പിന്നെ നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ. നമ്മൾ 4 ഭാഗങ്ങളായിട്ടാണ് ഈ യൂണിറ്റ് പഠിക്കാൻ പോകുന്നത്. ഒന്നാമതായി, ജീവികൾക്ക് അവരുടെ ചുറ്റുപാടിൽ ജീവിക്കാൻ സഹായിക്കുന്ന ചില സൂപ്പർ പവറുകളുണ്ട്. അതിനെയാണ് നമ്മൾ അനുകൂലനങ്ങൾ എന്നു പറയുന്നത്. അതിനെപ്പറ്റി പഠിക്കും. പിന്നെ ഈ ജീവനുള്ളതും ജീവനില്ലാത്തതുമായ കാര്യങ്ങളൊക്കെ ചേർന്നൊരു ലോകമുണ്ടല്ലോ, അതാണ് ആവാസവ്യവസ്ഥ. അതിനെക്കുറിച്ച് മനസ്സിലാക്കും. അടുത്തതായിട്ട് നമ്മൾ മനുഷ്യർ പ്രകൃതിയിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് വരുത്തുന്നതെന്ന് നോക്കും. ഏറ്റവും അവസാനം പരീക്ഷയിലെ മിടുക്കരാകാൻ കുറച്ച് ചോദ്യങ്ങളും കുറച്ച് രസകരമായ കാര്യങ്ങളും നമുക്ക് നോക്കാം. ശരി, നമുക്ക് ആദ്യത്തെ ഭാഗം തുടങ്ങാം അല്ലേ? അത്ഭുതപ്പെടുത്തുന്ന അനുകൂലനങ്ങൾ. കൂട്ടുകാരെപ്പോഴെങ്കിലും ഒരു മീനിനെ വെള്ളത്തിൽ ഇങ്ങനെ ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടോ? എന്തീസിയായിട്ടാണ് അത് വെള്ളത്തിലൂടെ നീങ്ങിപ്പോകുന്നതല്ലേ? നമ്മൾ കരയിൽ ജീവിക്കുന്നതുപോലെ മീനിന് വെള്ളത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് പ്രകൃതി കുറേ പ്രത്യേക കഴിവുകൾ കൊടുത്തിട്ടുണ്ട്. എന്തൊക്കെയാണ് ആ കഴിവുകളെന്ന് നമുക്ക് നോക്കിയാലോ? ദാ ഇങ്ങോട്ട് നോക്കിക്കേ. ഒരു മീനിന്റെ ഓരോ ഭാഗത്തിനും ഓരോ ജോലിയുണ്ട്. നമ്മുടെ തോണി കണ്ടിട്ടില്ലേ? അതുപോലെ രണ്ടറ്റവും കൂർത്ത ബോഡി ആയതുകൊണ്ട് വെള്ളം വകഞ്ഞു മാറ്റി സ്പീഡിൽ പോകാൻ പറ്റും. പിന്നെ ഈ കാണുന്ന ചിറകുകളുണ്ടല്ലോ, അത് വെള്ളത്തിൽ തുഴഞ്ഞ് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് തിരിയാൻ സഹായിക്കുന്നു. നമുക്ക് ശ്വസിക്കാൻ മൂക്കുള്ളതുപോലെ മീനിന് വെള്ളത്തിലെ ഓക്സിജൻ ശ്വസിക്കാൻ സഹായിക്കുന്നതാണ് അതിന്റെ ചെകിളപ്പൂക്കൾ, അതായത് ശകുലങ്ങൾ. പിന്നെ അതിന്റെ ശരീരത്തിലെ വഴുവഴുപ്പും ഒരു കവചം പോലെ സംരക്ഷിക്കുന്ന ഈ ശൽക്കങ്ങളും അതിന് വെള്ളത്തിൽ ഈസിയായിട്ടും സുരക്ഷിതമായിട്ടും നീങ്ങാൻ സഹായിക്കുന്നു. അപ്പോ എന്താണ് ഈ അനുകൂലനം എന്ന് പറഞ്ഞാൽ? വളരെ സിമ്പിളാണ്. ഒരു ജീവിക്ക് അതിന്റെ വാസസ്ഥലത്ത്, അതായത് അത് ജീവിക്കുന്ന സ്ഥലത്ത് അതിജീവിക്കാൻ സഹായിക്കുന്ന പ്രത്യേക കഴിവുകളെയാണ് നമ്മൾ അനുകൂലനം എന്ന് പറയുന്നത്. മീനിന് വെള്ളത്തിൽ ജീവിക്കാനുള്ള കഴിവ്, ഒരൊട്ടകത്തിന് മരുഭൂമിയിൽ ജീവിക്കാനുള്ള കഴിവ്, അതെല്ലാം അനുകൂലനങ്ങളാണ്. ഈ വാക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കും. മറക്കരുത് കേട്ടോ. നമ്മളിപ്പോ വെള്ളത്തിലെ ഒരു ജീവിയെക്കുറിച്ചല്ലേ പഠിച്ചത്? ഇനി നമുക്ക് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തേക്ക് പോകാം. എങ്ങോട്ടാണെന്നറിയോ? തുള്ളി വെള്ളം പോലും കിട്ടാത്ത ചുട്ടുപൊള്ളുന്ന മരുഭൂമിയിലേക്ക്. അവിടെയുള്ള ചെടികൾ വെള്ളം കിട്ടാതെ എങ്ങനെയായിരിക്കും ജീവിക്കുന്നത്? നമുക്ക് നോക്കാമല്ലേ? നമ്മുടെ കള്ളിമുൾച്ചെടിയില്ലേ, അത് മനസ്സിലോർത്താൽ മതി. അതിന് സാധാരണ ചെടികളെപ്പോലെ വലിയ ഇലകളില്ല, പകരം കൂർത്ത മുള്ളുകളാ ഉള്ളത്. എന്തിനാണെന്നറിയോ? ഇലകളിലൂടെ വെള്ളം പുറത്തു പോകാതെ സൂക്ഷിക്കാനാ. അതിന്റെ തടിച്ച പച്ച നിറത്തിലുള്ള തണ്ടിലാണ് അത് വെള്ളം സ്റ്റോർ ചെയ്തു വെക്കുന്നത്. ആഹാരമുണ്ടാക്കുന്നതും ഈ തണ്ടിൽ വെച്ചാണ്. പുറത്തൊരു മെഴുകുപോലത്തെ കൂട്ടിംഗ് ഉള്ളതുകൊണ്ട് വെള്ളം പെട്ടെന്നൊന്നും നഷ്ടപ്പെടില്ല. പിന്നെ വേരുകളാണെങ്കിൽ വെള്ളം തേടി മണ്ണിന്റെ ഒരുപാട് താഴേക്ക് പോകും. ഇതൊക്കെയാണ് മരുഭൂമിയിലെ ചെടികളുടെ സൂപ്പർ പവറുകൾ. ഇനി ഈ ടേബിളിലേക്കൊന്ന് നോക്കിക്കേ. 2 വ്യത്യസ്ത ലോകങ്ങളിലെ 2 സൂപ്പർ സ്റ്റാറുകൾ. ഒന്ന് മരുഭൂമിയിലെ കപ്പലായ ഒട്ടകം, മറ്റൊന്ന് മഞ്ഞുമലയിലെ പെൻഗ്വിൻ. ഒട്ടകത്തിന് നീണ്ട കാലുകളുള്ളത് നിലത്തെ ചൂടിൽ നിന്ന് രക്ഷ നേടാനാണ്. പക്ഷെ പെൻഗ്വിനോ? അതിന്റെ കട്ടിയുള്ള തൂവലും കൊഴുപ്പും അതിനെ തണുപ്പിൽ നിന്ന് സംരക്ഷിക്കുന്നു. ഒട്ടകം മണലിൽ താഴ്ന്നു പോകാതെ നടക്കാൻ പരന്ന കുളമ്പുകൾ ഉപയോഗിക്കുമ്പോൾ പെൻഗ്വിൻ അതിന്റെ ചിറകുകൾ വെള്ളത്തിൽ തുഴയാനാണ് ഉപയോഗിക്കുന്നത്. കണ്ടില്ലേ, ഓരോ ജീവിക്കും അത് ജീവിക്കുന്ന ലോകത്തിനനുസരിച്ചുള്ള പ്രത്യേകതകളാണ് കിട്ടിയിരിക്കുന്നത്. അത്ഭുതം തന്നെയല്ലേ? ഓക്കെ, നമ്മളിതുവരെ ഓരോ ജീവികളുടെ പ്രത്യേകതകളെക്കുറിച്ചാണ് സംസാരിച്ചത്. ഇനി നമുക്ക് കുറച്ചുകൂടി വലുതായിട്ട് ചിന്തിച്ചാലോ? ജീവനുള്ളവയും ജീവനില്ലാത്തവയുമെല്ലാം ഒരുമിച്ച് എങ്ങനെയാണ് ഈ ലോകത്ത് കഴിയുന്നത് എന്നതിനെക്കുറിച്ചാണ് നമ്മുടെ അടുത്ത ഭാഗം. അതിന്റെ പേരാണ് ആവാസവ്യവസ്ഥ. അപ്പോ എന്താണ് ഈ ആവാസവ്യവസ്ഥ? ഒരു കുളം ഒന്ന് മനസ്സിൽ വിചാരിച്ചേ. അവിടെ മീനുകളുണ്ട്, തവളകളുണ്ട്, ആമ്പൽ ചെടികളുണ്ട്. ഇതൊക്കെ ജീവനുള്ള കാര്യങ്ങളാ അല്ലേ? ഇനി അതോടൊപ്പം തന്നെ അവിടെ വെള്ളമുണ്ട്, കല്ലുകളുണ്ട്, മണ്ണുണ്ട്, സൂര്യപ്രകാശമുണ്ട്. ഇതൊക്കെ ജീവനില്ലാത്ത കാര്യങ്ങളുമാണ്. ഇവയെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ആശ്രയിച്ചാണ് അവിടെ നിലനിൽക്കുന്നത്. ഇതിനെയാണ് നമ്മളൊരു ആവാസവ്യവസ്ഥ എന്ന് പറയുന്നത്. ഈ ആവാസവ്യവസ്ഥകൾ പ്രധാനമായും 2 തരത്തിലുണ്ട്. ഒന്ന് പ്രകൃതി തന്നെ ഉണ്ടാക്കിയത്, മറ്റൊന്ന് നമ്മൾ മനുഷ്യരുണ്ടാക്കിയത്. കാട്, പുഴ, കടൽ ഇതൊക്കെ പ്രകൃതിദത്തമാണ്. അവിടെ ഒരുപാട് പലതരം ജീവികളും സസ്യങ്ങളുമുണ്ടാകും. അതിനെയാണ് നമ്മൾ ഉയർന്ന ജൈവവൈവിധ്യം എന്ന് പറയുന്നത്. എന്നാൽ നമ്മുടെ കൃഷിയിടം, വീടിനടുത്തുള്ള പൂന്തോട്ടം ഇതൊക്കെ മനുഷ്യനുണ്ടാക്കിയതാണ്. അവിടെ സ്വാഭാവികമായും ജീവികളുടെ എണ്ണം കുറവായിരിക്കും, അതായത് ജൈവവൈവിധ്യം കുറവായിരിക്കും.
മനുഷ്യനുണ്ടാക്കുന്ന ആവാസവ്യവസ്ഥയ്ക്ക് വളരെ നല്ലൊരു ഉദാഹരണമാണ് ഈ മിയാവാക്കി വനങ്ങള്. പ്രകൃതിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന കൊച്ചു കാടുകളാണിത്. ജപ്പാനിലെ ഒരു സസ്യശാസ്ത്രജ്ഞനായ അക്കിര മിയാവാക്കിയാണ് ഈ ഐഡിയ കണ്ടുപിടിച്ചത്. ഈ ചെറിയ കാടുകൾ കൊണ്ട് ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. അവ നമ്മുടെ ചുറ്റുമുള്ള വായുവിലെ പൊടിയെല്ലാം പിടിച്ചെടുത്ത് വായു ശുദ്ധമാക്കും, ചൂട് കുറയ്ക്കാൻ സഹായിക്കും, പലതരം കിളികൾക്കും പൂമ്പാറ്റുകൾക്കുമൊക്കെ താമസിക്കാൻ ഒരിടമാകും. അതോടൊപ്പം മണ്ണിന്റെ വളക്കൂറ് കൂട്ടുകയും ചെയ്യും. ഇത് മനുഷ്യൻ പ്രകൃതിക്ക് വേണ്ടി ചെയ്യുന്ന ഒരു നല്ല കാര്യത്തിന് ഉദാഹരണമാണ്. ഇതൊരു പ്രധാനപ്പെട്ട പോയിന്റാണ്. എല്ലാവരും ശ്രദ്ധിക്കണേ. പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഒരു പൊതുവിജ്ഞാന ചോദ്യമാണിത്. ലോകത്തിലെ ഏറ്റവും വലിയ മിയാവാക്കി വനം എവിടെയാണെന്ന് ചോദിച്ചാല് അത് ഗുജറാത്തിലെ കച്ചിലാണ്. പേര് സ്മൃതിവൻ. കൂട്ടത്തിൽ ഒന്നുകൂടി ഓർത്തുവെച്ചോളൂ, നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ മിയാവാക്കി വനം വന്നത് തിരുവനന്തപുരത്തെ പുളിയറക്കോണത്താണ്. നമ്മൾ ഇതുവരെ ആവാസവ്യവസ്ഥയെക്കുറിച്ചാണ് പഠിച്ചത്. ഇനി നമ്മൾ മനുഷ്യരുടെ ചില പ്രവൃത്തികൾ ഈ ആവാസവ്യവസ്ഥകളെ എങ്ങനെ മോശമായി ബാധിക്കുന്നു എന്ന് നോക്കാം. നമ്മുടെ പല കാര്യങ്ങളും പ്രകൃതിക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാക്കുന്നുണ്ട്. ഈ കാണുന്ന ഓരോന്നും പ്രകൃതിക്ക് ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ്. കുന്നിടിച്ച് നിരത്തുമ്പോൾ അവിടെയുള്ള മരങ്ങളും ജീവികളുമെല്ലാം നശിച്ചു പോകുന്നു. കൃഷിക്ക് വേണ്ടി ഒരുപാട് കീടനാശിനികൾ ഉപയോഗിക്കുമ്പോൾ അത് മണ്ണിനെയും വെള്ളത്തെയും വിഷമയമാക്കുന്നു. പുഴയിൽ നിന്ന് മണൽ വാരുമ്പോൾ പുഴയുടെ സ്വാഭാവിക ഒഴുക്ക് തന്നെ നഷ്ടപ്പെടുന്നു. ഇതെല്ലാം ആവാസവ്യവസ്ഥയുടെ ബാലൻസ് തെറ്റിക്കുന്ന കാര്യങ്ങളാണ്. കണ്ടില്ലേ, ഇതൊരു ചങ്ങല പോലെയാണ്. ഒരു ദോഷകരമായ പ്രവൃത്തി മറ്റു പല പ്രശ്നങ്ങളിലേക്കും നയിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ നമ്മൾ ഒരു കാട് വെട്ടി നശിപ്പിച്ചാൽ എന്ത് സംഭവിക്കും? അവിടെ താമസിക്കുന്ന മൃഗങ്ങൾക്ക് വീടില്ലാതാവും. ക്രമേണ ആ ജീവികൾക്ക് വംശനാശം സംഭവിക്കാം. അതായത് അവ എന്നേക്കുമായി ഈ ഭൂമിയിൽ നിന്ന് തന്നെ ഇല്ലാതായി പോകാം. പുഴകൾ മലിനമാകുമ്പോൾ നമുക്ക് കുടിക്കാനുള്ള വെള്ളം പോലും കിട്ടാതാവും. എല്ലാം പരസ്പരം കണക്റ്റഡാണ്. നമ്മൾ ശ്വസിക്കുന്ന വായുവും മലിനമാകാറുണ്ട്. ഈ ചാർട്ട് നോക്കിക്കേ. വായു മലിനമാക്കുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഏതൊക്കെയാണെന്ന് കാണാം. വലിയ വലിയ ഫാക്ടറികളിൽ നിന്നും നമ്മുടെ വണ്ടികളിൽ നിന്നുമൊക്കെ വരുന്ന പുക, കൽക്കരി പോലുള്ള ഇന്ധനങ്ങൾ കത്തിക്കുന്നത്, കെട്ടിടം പണിയുമ്പോഴുണ്ടാകുന്ന പൊടി, ഇതെല്ലാം വായുവിനെ മോശമാക്കുന്നു. ഇത് നമ്മുടെ ആരോഗ്യത്തിനും പ്രകൃതിക്കും ഒരുപോലെ അപകടമാണ്. പ്രകൃതി ദുരന്തങ്ങളും നമ്മുടെ ആവാസവ്യവസ്ഥയെ വല്ലാതെ ബാധിക്കാം. ഉദാഹരണത്തിന് വെള്ളപ്പൊക്കം. വെള്ളപ്പൊക്ക മുന്നറിയിപ്പ് കിട്ടിയാൽ നമ്മൾ ചില കാര്യങ്ങൾ ഉറപ്പായും ചെയ്യണം. ഒന്നാമതായി, പെട്ടെന്ന് തന്നെ ഉയർന്നതും സുരക്ഷിതവുമായ ഒരിടത്തേക്ക് മാറണം. രണ്ടാമതായി, വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അത്യാവശ്യം വേണ്ട മരുന്നുകൾ, കുടിവെള്ളം, ബിസ്ക്കറ്റ്, ഒരു ടോർച്ച് പോലുള്ള സാധനങ്ങൾ ഒരു ബാഗിലാക്കി കയ്യിൽ വെക്കണം. നമ്മുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം. പക്ഷേ വിഷമിക്കുകയൊന്നും വേണ്ട. നമുക്കും പ്രകൃതിയെ സംരക്ഷിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് മരങ്ങൾ നടന്നത്. പിന്നെ ചപ്പും ചവറും ഒന്നും വലിച്ചെറിയാതെ ശരിയായി സംസ്കരിക്കണം. നമ്മുടെ വീട്ടുമുറ്റത്ത് പൂമ്പാറ്റകൾക്ക് വന്നിരിക്കാൻ ഒരു ചെറിയ ശലഭോദ്യാനമുണ്ടാക്കാം. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കഴിയുന്നത്ര കുറയ്ക്കണം. കൃഷിക്ക് ജൈവവളങ്ങൾ ഉപയോഗിക്കാം. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ നമുക്ക് ഓരോരുത്തർക്കും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും, അല്ലേ? ശരി, നമ്മള് ഈ യൂണിറ്റിലെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്ത് കഴിഞ്ഞു. ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെ ഒന്ന് പോയി നോക്കിയാലോ? നമ്മൾ പഠിച്ചതൊക്കെ ഓർമ്മയുണ്ടോന്ന് നമുക്കൊന്ന് ഉറപ്പിക്കാം. എല്ലാവരും ഉത്തരം പറയാൻ ശ്രമിക്കണം കേട്ടോ. ഇതൊരു സാധാരണ പരീക്ഷാ ചോദ്യത്തിന്റെ മോഡലാണ്. കുറച്ച് ജീവികളുടെ പേരു തന്നിട്ട് അവയെ താമസിക്കുന്ന സ്ഥലത്തിന്റെ അടിസ്ഥാനത്തിൽ തരംതിരിക്കാൻ പറയും. നോക്കിക്കേ, സിംഹം, അണ്ണാൻ, പശു എന്നിവ കരയിൽ മാത്രം ജീവിക്കുന്നവയാണ്. മീൻ, ഡോൾഫിൻ, കടൽക്കുതിര എന്നിവ വെള്ളത്തിൽ മാത്രം ജീവിക്കുന്നവയും. എന്നാൽ ആമ, തവള, സലമാൻഡർ എന്നിവയ്ക്ക് കരയിലും വെള്ളത്തിലും ജീവിക്കാൻ പറ്റും. അങ്ങനെയുള്ള ജീവികളെ നമ്മൾ ഉഭയജീവികൾ എന്നാണ് പറയുന്നത്. ഇതൊന്ന് ഓർത്തുവെക്കണേ. ഇതൊരു നല്ല ചോദ്യമാണ്. ഒരു മരം മാത്രമായിട്ട് ഒരു ആവാസവ്യവസ്ഥ ആകുമോ? എന്താ നിങ്ങൾക്ക് തോന്നുന്നേ? തീർച്ചയായും ആകും. കാരണം എന്താണെന്ന് വെച്ചാല് ആ ഒരൊറ്റ മരത്തെ ആശ്രയിച്ച് ഒരുപാട് ജീവികൾ കഴിയുന്നുണ്ട്. പക്ഷികൾ കൂടുവെക്കുന്നു, അണ്ണാൻ താമസിക്കുന്നു, പുഴുക്കൾ അതിന്റെ ഇല തിന്നുന്നു. പോരാത്തതിന് ആ മരത്തിന് വളരാൻ മണ്ണ്, വെള്ളം, വായു, സൂര്യപ്രകാശം പോലുള്ള ജീവനില്ലാത്ത കാര്യങ്ങളും വേണം. അപ്പൊ ജീവനുള്ളവയും ഇല്ലാത്തവയും തമ്മിലുള്ളൊരു ബന്ധം അവിടെയുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മരവും ഒരു ചെറിയ ആവാസവ്യവസ്ഥ തന്നെയാണ്. ഇനി ആമയെക്കുറിച്ച് 2 രസകരമായ കാര്യങ്ങൾ പറയാം. ഏറ്റവും കൂടുതൽ കാലം ജീവിക്കുന്ന ജീവികളിൽ ഒന്നാണ് നമ്മുടെ ആമ. ഏകദേശം 150 വർഷം വരെ അവ ജീവിക്കുമത്രേ. അതോടൊപ്പം മൂക്കിലൂടെ വെള്ളം കുടിക്കുന്ന ഒരു ജീവിയാണ് ആമ എന്നുകൂടി ഓർത്തുവെച്ചോളൂ. ഇതൊക്കെ പരീക്ഷയ്ക്ക് പൊതുവിജ്ഞാന ചോദ്യമായിട്ട് വരാൻ സാധ്യതയുണ്ട്.
അപ്പൊ കൂട്ടുകാരെ, ഇതാണ് ഈ യൂണിറ്റ് നമ്മളെ പഠിപ്പിക്കുന്ന ഏറ്റവും വലിയ കാര്യം. ഒരു ചെറിയ മരത്തിന് പോലും ഈ പ്രകൃതിയില് ഇത്രയും വലിയ വിലയുണ്ടെങ്കില് ഒന്നോർത്തു നോക്കിക്കേ, ഓരോ പുഴയ്ക്കും ഓരോ കുന്നിനും ഓരോ കാടിനും എത്രമാത്രം പ്രാധാന്യമുണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ നമ്മുടെ ചുറ്റുപാടുകളെ സ്നേഹിക്കണം, സംരക്ഷിക്കണം. നമ്മൾ ഇന്ന് എന്തൊക്കെയാണ് ഈ റിവിഷനിൽ നോക്കാൻ പോകുന്നതെന്ന് കണ്ടോ? നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ആവേശകരമായ കഥ, അതിന് നേതൃത്വം കൊടുത്ത സൂപ്പർ ഹീറോകളെ പോലെയുള്ള നമ്മുടെ നേതാക്കന്മാർ, ഇന്ത്യ എന്ന വലിയ രാജ്യം എങ്ങനെ ഉണ്ടായി, നമ്മുടെ ഭരണഘടനയെക്കുറിച്ച്, ഇന്ത്യയുടെ പലതരം സംസ്കാരങ്ങളെക്കുറിച്ച്, നമ്മുടെ ദേശീയ ചിഹ്നങ്ങളെക്കുറിച്ച്, പിന്നെ ലോകഭൂപടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം. ഇങ്ങനെ പരീക്ഷയ്ക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളിന്ന് പഠിക്കും. അപ്പോൾ എല്ലാവരും നല്ലോണം ശ്രദ്ധിച്ചിരിക്കണോട്ടോ. ശരി, നമുക്ക് നമ്മുടെ ചരിത്രത്തിലേക്കൊന്ന് പോയി വരാം. ഒരുപാട് വർഷങ്ങൾക്കു മുമ്പ് ബ്രിട്ടീഷുകാർ നമ്മളെ ഭരിച്ചിരുന്നൊരു കാലമുണ്ടായിരുന്നു. ആ ഇരുണ്ട കാലഘട്ടത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിന്റെ വെളിച്ചത്തിലേക്ക് നമ്മളെ കൈപിടിച്ചുയർത്തിയത് നമ്മുടെ മുതുമുത്തശ്ശന്മാർ നടത്തിയ ഒരുപാട് പോരാട്ടങ്ങളാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഉപ്പ് സത്യാഗ്രഹം. എന്തായിരുന്നു ഈ ഉപ്പു നിയമം എന്ന് പറഞ്ഞാൽ? മക്കളെ, നമ്മൾ കറികളിലൊക്കെ ഇടുന്ന ഉപ്പില്ലേ, അത് കടൽ വെള്ളം വറ്റിച്ച് ആർക്കു വേണമെങ്കിലും ഉണ്ടാക്കാവുന്ന ഒന്നായിരുന്നു. പക്ഷേ ബ്രിട്ടീഷുകാർ ഒരു നിയമം കൊണ്ടുവന്നു. ഇന്ത്യക്കാരാരും സ്വന്തമായി ഉപ്പുണ്ടാക്കാൻ പാടില്ല. ബ്രിട്ടീഷുകാരുണ്ടാക്കുന്ന ഉപ്പ് അവർ പറയുന്ന വലിയ വില കൊടുത്ത്, ടാക്സും കൊടുത്ത് വാങ്ങണം. ഇതൊരു സാധാരണക്കാരന് താങ്ങാൻ പറ്റുന്ന കാര്യമായിരുന്നോ? അല്ല. ഈ അന്യായത്തിനെതിരെ നമ്മുടെ ഗാന്ധിജി നയിച്ച, ആരെയും ഉപദ്രവിക്കാത്ത ഒരു വലിയ സമരമായിരുന്നു ഉപ്പു സത്യാഗ്രഹം. ദാ ഈ ഡേറ്റ് 1930 മാർച്ച് 12. ഇതങ്ങ് നോട്ട്ബുക്കിന്റെ മാർജിനൽ വലുതാക്കി എഴുതി ഒരു സ്റ്റാർ ഇട്ട് വെച്ചോളൂ. ഇത് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഷുവർ ക്വസ്റ്റ്യനാണ്, കേട്ടല്ലോ. ഗുജറാത്തിലെ സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജിയും അദ്ദേഹത്തോടൊപ്പം 78 പേരും കൂടി കാൽനടയായി ഒരു യാത്ര തുടങ്ങി. ചരിത്രത്തിൽ ഈ യാത്രയാണ് ദണ്ഡി മാർച്ച് എന്നറിയപ്പെടുന്നത്. ഏകദേശം 385 കിലോമീറ്റർ നടന്ന് ദണ്ഡി എന്ന കടപ്പുറത്തെത്തി അവിടെ വെച്ച് ഒരു പിടി ഉപ്പ് കുറുക്കി ബ്രിട്ടീഷുകാരുടെ നിയമം തെറ്റിച്ചു. ദണ്ഡി കടപ്പുറത്ത് വെച്ച് ഒരു പിടി ഉപ്പ് കൈയിലെടുത്തുകൊണ്ട് ഗാന്ധിജി ഉറച്ച ശബ്ദത്തിൽ പറഞ്ഞു, ഇതുകൊണ്ട് ഞാൻ ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ അടിത്തറയിളക്കുകയാണ്. ഒന്ന് ആലോചിച്ചു നോക്കും, ഒരു ചെറിയ ഉപ്പുതരി കൊണ്ട് ലോകത്തിലെ ഏറ്റവും വലിയൊരു ശക്തിയെ വെല്ലുവിളിക്കുകയായിരുന്നു അദ്ദേഹം. ആ വാക്കുകൾ ഇന്ത്യയിലുടനീളം സ്വാതന്ത്ര്യസമരത്തിന്റെ തീ ആളിക്കത്തിച്ചു. ഉപ്പ് സത്യാഗ്രഹം കഴിഞ്ഞ് 12 വർഷങ്ങൾക്ക് ശേഷം നടന്ന മറ്റൊരു അതിശക്തമായ സമരമായിരുന്നു ക്വിറ്റ് ഇന്ത്യ സമരം. ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഉപ്പ് സത്യാഗ്രഹം ഉപ്പിന്റെ നിയമത്തിനെതിരെ മാത്രമായിരുന്നു. എന്നാൽ ക്വിറ്റ് ഇന്ത്യ സമരത്തിന്റെ ആവശ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ: ബ്രിട്ടീഷുകാരെ, നിങ്ങൾ ഇന്ത്യ വിട്ടുപോവുക. 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ചാണ് ഈ സമരം തുടങ്ങാൻ തീരുമാനിച്ചത്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്ന് ഗാന്ധിജി ജനങ്ങളോട് ആഹ്വാനം ചെയ്തത് ഈ സമരത്തിന്റെ ഭാഗമായാണ്. സമരം തുടങ്ങിയത് ഓഗസ്റ്റ് 9-നാണ്. അതുകൊണ്ട് നമ്മൾ എല്ലാ വർഷവും ഓഗസ്റ്റ് 9 ക്വിറ്റ് ഇന്ത്യ ദിനമായി ആചരിക്കുന്നു. ഇതിനെ ഓഗസ്റ്റ് പ്രസ്ഥാനം എന്നും പറയാറുണ്ട്. ഇന്ത്യയുടെ സ്വാതന്ത്ര്യസമരമെന്ന് പറയുന്നത് ഗാന്ധിജിയുടെയും നെഹ്റുവിന്റെയും മാത്രം കഥയല്ല കേട്ടോ. നമ്മുടെ രാജ്യത്തിന്റെ ഓരോ മുക്കിലും മൂലയിലുമുള്ള ആയിരക്കണക്കിന് ധീരന്മാരായ സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും ത്യാഗത്തിന്റെ കഥയാണ്. നമ്മുടെ കൊച്ചു കേരളവും ആ പോരാട്ടത്തിൽ ഒരുപാട് സംഭാവനകൾ നൽകിയിട്ടുണ്ട്. നമുക്കാദ്യം കേരളത്തിലെ സമരങ്ങളെയും നേതാക്കളെയും ഒന്ന് പരിചയപ്പെടാം. കേരളത്തിൽ നടന്ന ഈ സമരങ്ങളുടെ പേരുകൾ നന്നായി ഓർത്തുവെക്കണേ. ആറ്റിങ്ങൽ കലാപം, കുറിച്യർ ലഹള, മലബാർ കലാപം, ഇതൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരായ ആദ്യകാല പോരാട്ടങ്ങളായിരുന്നു. അതുപോലെ സമൂഹത്തിലെ ഐത്തത്തിനും മറ്റു മോശം ആചാരങ്ങൾക്കുമെതിരെ നടന്ന വൈക്കം സത്യാഗ്രഹം, ഗുരുവായൂർ സത്യാഗ്രഹം എന്നിവയും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായിരുന്നു. മലബാർ കലാപവുമായി ബന്ധപ്പെട്ട വാഗൺ ട്രാജഡി എന്ന ദുരന്തത്തെക്കുറിച്ചും നമ്മൾ ഓർത്തിരിക്കണം. ഈ സമരങ്ങൾക്ക് ചുക്കാൻ പിടിച്ച ടി.കെ. മാധവൻ, കെ.പി. കേശവമേനോൻ, പാവങ്ങളുടെ പടത്തലവൻ എന്നറിയപ്പെട്ടിരുന്ന എ.കെ.ജി. അഥവാ എ.കെ. ഗോപാലൻ, തിരുവിതാംകൂറിന്റെ ഝാൻസിറാണിയായ അക്കാമ ചെറിയാൻ, കുട്ടിമാളു അമ്മ, ഇവരുടെയൊക്കെ പേരുകൾ നമ്മൾ മറക്കാൻ പാടില്ല. ഇനി നമുക്ക് നമ്മുടെ ദേശീയ നേതാക്കന്മാരെ നോക്കാം. മക്കളെ, ഈ സ്ലൈഡിൽ കാണുന്ന ഓരോ പേരും ഓരോ വിശേഷണവും വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത് പരീക്ഷയ്ക്ക് സ്റ്റാർ ഇട്ട് പഠിച്ചോളൂ. ഉറപ്പായും ഇതിൽ നിന്ന് ചോദ്യങ്ങളുണ്ടാവും. നമ്മുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധി. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു.
ഇന്ത്യയെ ഒരുമിപ്പിച്ച ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്ന സർദാർ വല്ലഭായ് പട്ടേൽ, ജയ്ഹിന്ദ് എന്ന് നമ്മളെ പഠിപ്പിച്ച നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഇന്ത്യയുടെ വാനമ്പാടി എന്നറിയപ്പെട്ട കവയിത്രിയും നേതാവുമായിരുന്ന സരോജിനി നായിഡു, സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ്, ഞാനത് നേടുക തന്നെ ചെയ്യും എന്ന് ധീരമായി പ്രഖ്യാപിച്ച ബാലഗംഗാധര തിലകൻ, വളരെ ചെറുപ്പത്തിൽ തന്നെ രാജ്യത്തിനു വേണ്ടി ജീവൻ കൊടുത്ത വിപ്ലവകാരി ഭഗത് സിംഗ്, പിന്നെ അതിർത്തി ഗാന്ധി എന്നറിയപ്പെട്ട ഖാൻ അബ്ദുൽ ഗാഫർ ഖാൻ, ഇവരുടെ പേരുകളും വിശേഷണങ്ങളും കൃത്യമായി പഠിച്ചുവെക്കണം കേട്ടോ. അങ്ങനെ വർഷങ്ങളോളം നീണ്ട പോരാട്ടങ്ങൾക്കും ഒരുപാട് പേരുടെ ജീവത്യാഗത്തിനും ഒടുവില് ആ ദിവസം വന്നെത്തി. ഇന്ത്യ സ്വതന്ത്രയായി. അതൊരു വലിയ വിജയമായിരുന്നു. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. പല ഭാഷകൾ സംസാരിക്കുന്ന, പല സംസ്കാരങ്ങളുമുള്ള, കോടിക്കണക്കിന് ജനങ്ങളുള്ള ഒരു പുതിയ രാജ്യത്തെ ഒരുമിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുക എന്നത് വലിയൊരു വെല്ലുവിളിയായിരുന്നു. അതിനുവേണ്ടി നമ്മുടെ നേതാക്കൾ ഒരു സൂപ്പർ പ്ലാൻ ഉണ്ടാക്കി. അതാണ് നമ്മുടെ സ്വന്തം ഭരണഘടന. ഈ തീയതി നമ്മൾ ഇന്ത്യക്കാർക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല. 1947 ഓഗസ്റ്റ് 15. അന്ന് പാതിരാത്രി ഡൽഹിയിലെ ചെങ്കോട്ടയിൽ നമ്മുടെ ത്രിവർണ്ണ പതാക ഉയർന്നു പറയപ്പോൾ സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു. അതോടെ ഇന്ത്യയിൽ ഒരു പുതിയ യുഗം ആരംഭിക്കുകയായിരുന്നു. എന്താണ് ഈ ഭരണഘടന? സിമ്പിളായി പറഞ്ഞാൽ, ഒരു രാജ്യം എങ്ങനെയാണ് ഭരിക്കേണ്ടത്, അവിടുത്തെ ഓരോ പൗരനും എന്തൊക്കെ അവകാശങ്ങളുണ്ട്, എന്തൊക്കെ കടമകളുണ്ട് എന്നെല്ലാം എഴുതി വച്ചിരിക്കുന്ന ഒരു വലിയ നിയമപുസ്തകമാണ് ഭരണഘടന. നമ്മുടെ രാജ്യത്തെ ഏറ്റവും വലിയ നിയമം ഇതാണ്. ഇനി പരീക്ഷയ്ക്ക് എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരാണ്? ഉത്തരം മറക്കല്ലേ, ഡോക്ടർ BR അംബേദ്കർ. അതുകൊണ്ടാണ് നമ്മൾ അദ്ദേഹത്തെ ഇന്ത്യൻ ഭരണഘടനയുടെ പിതാവ് എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. ഈ 4 തീയതികളും നോട്ട്ബുക്കിൽ കുറിച്ചു വെച്ചോളൂ. വളരെ പ്രധാനപ്പെട്ടതാണ്. 1946 ഭരണഘടനയുണ്ടാക്കാൻ വേണ്ടിയൊരു ടീമിനെ ഉണ്ടാക്കി. അതിനുശേഷം 1947 ഓഗസ്റ്റ് 29 ഡോക്ടർ അംബേദ്കർ തലവനായി അതിന്റെ കരട് രൂപം എഴുതാനുള്ള ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി വന്നു. 2 വർഷവും 11 മാസവും 18 ദിവസവും എടുത്താണ് നമ്മുടെ ഭരണഘടന പൂർത്തിയാക്കിയത്. ഒടുവിൽ 1949 നവംബർ 26 അത് അംഗീകരിച്ചു. ആ ദിവസമാണ് നമ്മൾ ഭരണഘടനാ ദിനമായി ആചരിക്കുന്നത്. എന്നാൽ ഈ നിയമങ്ങളെല്ലാം നമ്മുടെ രാജ്യത്ത് നടപ്പിലായത് 1950 ജനുവരി 26 ആ ദിവസമാണ് നമ്മൾ റിപ്പബ്ലിക് ദിനമായി ആഘോഷിക്കുന്നത്. അപ്പോ ഓഗസ്റ്റ് 15 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയ ദിവസം, ജനുവരി 26 നമ്മൾ നമ്മുടെ സ്വന്തം നിയമങ്ങളുള്ളൊരു റിപ്പബ്ലിക്കായ ദിവസം. ഇതാണ് സ്വാതന്ത്ര്യദിനവും റിപ്പബ്ലിക് ദിനവും തമ്മിലുള്ള പ്രധാന വ്യത്യാസം. ശരി, ഇനി നമുക്ക് നമ്മുടെ ഇന്നത്തെ ഇന്ത്യയെക്കുറിച്ച് സംസാരിക്കാം. ഒരുപാട് സംസ്ഥാനങ്ങൾ, നൂറുകണക്കിന് ഭാഷകൾ, വ്യത്യസ്തമായ വസ്ത്രങ്ങൾ, ഭക്ഷണങ്ങൾ, ആഘോഷങ്ങൾ, കലാരൂപങ്ങൾ. ശരിക്കും പറഞ്ഞാൽ ലോകത്തൊരിടത്തും കാണാൻ പറ്റാത്തത്രയും വൈവിധ്യങ്ങൾ നിറഞ്ഞ ഒരത്ഭുത രാജ്യമാണ് നമ്മുടേത്. ദീപാവലി, ഹോലി, ഈദ്, ക്രിസ്മസ്, ഓണം, പൊങ്കൽ, ദസറ, ഗണേശ ചതുർത്ഥി, എത്ര ആഘോഷങ്ങളാണ് നമ്മൾ ഒരുമിച്ച് ആഘോഷിക്കുന്നത്. ഈ പലതിലുള്ള ഒരുമ അഥവാ നാനാത്വത്തിൽ ഏകത്വമാണ് ഇന്ത്യയുടെ ഏറ്റവും വലിയ ഭംഗിയും ശക്തിയും. ഈ കണക്കുകൾ കൃത്യമായി ഓർത്തുവെക്കണേ. ഇന്ന് നമ്മുടെ രാജ്യത്ത് 28 സംസ്ഥാനങ്ങളും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുമാണുള്ളത്. ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായ തലസ്ഥാനവും ഭാഷയുമൊക്കെയുണ്ട്. പിന്നെ നിങ്ങളുടെ കയ്യിലുള്ള ഒരു കറൻസി നോട്ടെടുത്തു നോക്കൂ. അതിൽ ഒരു വെള്ള പാനൽ കാണാം. അവിടെ ഹിന്ദിയും ഇംഗ്ലീഷും കൂടാതെ 17 ഭാഷകളിൽ നോട്ടിന്റെ മൂല്യം എഴുതിയിട്ടുണ്ട്. ഇത് നമ്മുടെ രാജ്യത്തെ ഭാഷാപരമായ വൈവിധ്യത്തിന്റെ ഏറ്റവും നല്ലൊരു തെളിവാണ്. ഓരോ സംസ്ഥാനത്തിനും അതിന്റേതായ കലാരൂപങ്ങളുണ്ട്. ഇത് പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കുക അല്ലെങ്കിൽ മാച്ച് ദ ഫോളോവിംഗ് ആയിട്ട് വരാൻ നല്ല സാധ്യതയുണ്ട്. നമ്മുടെ കേരളത്തിന്റെ സ്വന്തം കലാരൂപങ്ങൾ ഏതൊക്കെയാ? അതെ, കഥകളിയും മോഹിനിയാട്ടവും. തമിഴ്നാടിന്റേത് ഭരതനാട്യം, ആന്ധ്രാപ്രദേശിന്റേത് കുച്ചിപ്പൊടി, ഉത്തർപ്രദേശിന്റേത് കഥക്, പഞ്ചാബിലെ ആവേശ നൃത്തമായ ഭാംഗ്ര, ഗുജറാത്തിലെ വർണ്ണാഭമായ ഗർബ. ഇതൊക്കെ പ്രധാനപ്പെട്ടതാണ്, ഓർത്തുവെക്കണേ. ഇത്രയധികം ഭാഷകളും സംസ്കാരങ്ങളും ഒക്കെയാണെങ്കിലും നമ്മളെല്ലാവരും ഒന്നാണ്, നമ്മൾ ഇന്ത്യക്കാരാണ് എന്ന് നമ്മൾ എപ്പോഴും ഓർമ്മിപ്പിക്കുന്ന ചില പൊതുവായ ചിഹ്നങ്ങളുണ്ട്. അവയാണ് നമ്മുടെ ദേശീയ ചിഹ്നങ്ങൾ. ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാൻ വക നൽകുന്ന നമ്മുടെ സ്വന്തം പ്രതീകങ്ങൾ. ഈ പട്ടിക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് കേട്ടോ. നമ്മുടെ ദേശീയ പതാക ത്രിവർണ്ണ പതാകയാണ്. ദേശീയ മുദ്ര അശോകസ്തംഭം അഥവാ സിംഹമുദ്ര. ദേശീയ മൃഗം റോയൽ ബംഗാൾ കടുവ. ദേശീയ പക്ഷി മയിൽ. ദേശീയ പുഷ്പം താമര. ദേശീയ നദി പുണ്യനദിയായ ഗംഗ. ദേശീയ പൈതൃക മൃഗമോ? അത് ഇന്ത്യൻ ആനയാണ്.
ഇതുകൂടാതെ ദേശീയ ഫലം മാങ്ങ, ദേശീയ വൃക്ഷം പേരാൾ, ദേശീയ ജലജീവി ഗംഗാ ഡോൾഫിൻ എന്നിവയും കൂടി ഓർത്തുവെച്ചാൽ വളരെ നല്ലത്. ഇത് മിക്ക കുട്ടികൾക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നൊരു ഭാഗമാണ്. ശ്രദ്ധിച്ചു കേൾക്കണം, നമ്മുടെ ദേശീയ ഗാനവും ദേശീയ ഗീതവും രണ്ടാണ്. ദേശീയ ഗാനം ജനഗണമനയാണ്. ഇതെഴുതിയത് വിശ്വകവി രബീന്ദ്രനാഥ ടാഗോറാണ്. ഇത് പാടാനെടുക്കുന്ന സമയം കൃത്യം 52 സെക്കൻഡാണ്. ഇനി ദേശീയ ഗീതം വന്ദേമാതരമാണ്. ഇത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന നോവലിൽ നിന്നുള്ളതാണ്. സ്വാതന്ത്ര്യ സമരകാലത്ത് പോരാളികൾക്ക് വലിയ ആവേശം കൊടുത്തൊരു ഗീതമായിരുന്നത്. അപ്പോൾ ഗാനം ജനഗണമന, ഗീതം വന്ദേമാതരം. മാറിപ്പോകരുത് കേട്ടോ. നമ്മുടെ ദേശീയ മുദ്രയായ അശോകസ്തംഭത്തെക്കുറിച്ച് കുറച്ചുകൂടി കാര്യങ്ങൾ പഠിക്കാം. ഉത്തർപ്രദേശിലെ സാരാനാഥിൽ അശോക ചക്രവർത്തി സ്ഥാപിച്ച സ്തംഭത്തിന്റെ മുകൾ ഭാഗമാണ് നമ്മൾ ദേശീയ മുദ്രയായി സ്വീകരിച്ചിട്ടുള്ളത്. അതിൽ 4 ദിശകളിലേക്കും നോക്കി നിൽക്കുന്ന 4 സിംഹങ്ങളുണ്ട്. പക്ഷെ നമുക്ക് ഒരു വശത്ത് നിന്ന് നോക്കുമ്പോൾ 3 എണ്ണത്തിനെ കാണാൻ കഴിയൂ. അതിന്റെ താഴെയായി ഒരു ചക്രം കാണാം. നമ്മുടെ ദേശീയ പതാകയുടെ നടുവിലുള്ള അതേ അശോകചക്രം തന്നെ. അതിന്റെ ഒത്ത നടുക്ക് കാളയും വലതുവശത്ത് കുതിരയുമുണ്ട്. ഏറ്റവും താഴെയായി സത്യമേവ ജയത്തെ എന്നെഴുതിയിരിക്കുന്നത് കണ്ടോ? അതിന്റെ അർത്ഥം സത്യം മാത്രം ജയിക്കുന്നു എന്നാണ്. അപ്പോൾ നമ്മുടെ ഈ വലിയ റിവിഷന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ കടക്കാണ്. ലോകഭൂപടത്തിൽ നമ്മുടെ ഇന്ത്യയുടെ സ്ഥാനം എവിടെയാണ്? നമ്മുടെ അയൽരാജ്യങ്ങൾ ഏതൊക്കെയാണ്? നമ്മുടെ സംസ്ഥാനങ്ങളെക്കുറിച്ചുള്ള ചില പ്രധാനപ്പെട്ട വിവരങ്ങൾ. ഇത്രയും കാര്യങ്ങൾ കൂടി പഠിച്ചാൽ നമ്മൾ ഈ പാഠം സെറ്റാക്കി. ഇന്ത്യയുടെ കരയുമായി അതിർത്തി പങ്കിടുന്ന 7 രാജ്യങ്ങളുണ്ട്. പടിഞ്ഞാറ് പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, വടക്ക് ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, കിഴക്ക് ബംഗ്ലാദേശ്, മ്യാൻമാർ. കടൽ വഴിയുള്ള നമ്മുടെ അയൽക്കാരാണ് തെക്കുള്ള ശ്രീലങ്കയും മാലിദ്വീപും. ഇനി പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കാൻ സാധ്യതയുള്ള 3 കാര്യങ്ങൾ. വിസ്തീർണത്തിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം ഏതാണ്? രാജസ്ഥാൻ. ഏറ്റവും ചെറിയ സംസ്ഥാനമോ? ഗോവ. ഏറ്റവും കൂടുതൽ മറ്റ് സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഉത്തർപ്രദേശാണ്. ഈ 3 പോയിന്റും മറക്കരുത്, വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ എന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മൾ ഇന്ത്യ എന്റെ രാജ്യം എന്ന പാഠത്തിലെ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും റിവിഷൻ ചെയ്തു കഴിഞ്ഞു. നമ്മുടെ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടിയവരെക്കുറിച്ചും നമ്മുടെ രാജ്യം കെട്ടിപ്പടുത്തവരെക്കുറിച്ചുമൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ മഹത്തായ രാജ്യത്തെ കൂടുതൽ ഉയരങ്ങളിലേക്കെത്തിക്കാൻ വിദ്യാർത്ഥികളായ നമുക്ക് എന്തു ചെയ്യാൻ സാധിക്കും? നന്നായി പഠിക്കുന്നത്, മറ്റുള്ളവരെ സഹായിക്കുന്നത്, നമ്മുടെ നിയമങ്ങൾ അനുസരിക്കുന്നത്, നമ്മുടെ രാജ്യത്തെ സ്നേഹിക്കുന്നതും വൃത്തിയായി സൂക്ഷിക്കുന്നതുമെല്ലാം രാജ്യസേവനമാണ്. അതിന് നിങ്ങൾക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ എന്ന് ടീച്ചർ ആശംസിക്കുന്നു. ഇനി നമ്മൾ പഠിച്ച കാര്യങ്ങൾ എത്രത്തോളം ഓർമ്മയുണ്ടെന്ന് നോക്കാൻ കുറച്ച് ചോദ്യങ്ങളായാലോ? എല്ലാവരും റെഡിയല്ലേ? നമുക്ക് നോക്കാം. ശരി, ഒന്നാമത്തെ ചോദ്യം. ഇന്ത്യയുടെ ഉരുക്കുമനുഷ്യൻ എന്നറിയപ്പെടുന്നത് ആരെയാണ്? നിങ്ങളുടെ ഓപ്ഷൻസ്: ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, സർദാർ വല്ലഭ്ഭായ് പട്ടേൽ, സുഭാഷ് ചന്ദ്രബോസ്. വേഗം ഉത്തരം പറഞ്ഞേ. കിട്ടിയോ? അതെ, ശരിയുത്തരം ഓപ്ഷൻ സി, സർദാർ വല്ലഭ്ഭായ് പട്ടേൽ. രണ്ടാമത്തെ ചോദ്യം. ഉപ്പു സത്യാഗ്രഹത്തിന്റെ ഭാഗമായുള്ള ദണ്ഡി യാത്ര ആരംഭിച്ചത് എവിടെ നിന്നാണ്? ഓപ്ഷൻസ്: ദണ്ഡി കടപ്പുരം, സബർമതി ആശ്രമം, ബോംബെ, ഡൽഹി. എവിടെ നിന്നാണ് യാത്ര തുടങ്ങിയത്? ഓർത്തുനോക്കൂ. അതെ, സബർമതി ആശ്രമത്തിൽ നിന്ന്. വെരി ഗുഡ്. ഇനി ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ചോദ്യം നോക്കാം. ശ്രദ്ധിച്ചു കേൾക്കണം. പ്രസ്താവന 1, ഇന്ത്യയുടെ ദേശീയ ഗാനം വന്ദേമാതരമാണ്. പ്രസ്താവന 2, ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമനയാണ്. ഓപ്ഷൻസ്: എ രണ്ടും ശരിയാണ്, ബി രണ്ടും തെറ്റാണ്, സി പ്രസ്താവന 1 മാത്രം ശരി, ഡി പ്രസ്താവന 2 മാത്രം ശരി. ഏതാണ് ശരി? നമ്മൾ പഠിച്ചതാണല്ലോ. ആലോചിച്ചു നോക്കൂ. അതെ, ഓപ്ഷൻ ബി രണ്ടും തെറ്റാണ്. കാരണം ഇത് തിരിച്ചാണ് കൊടുത്തിരിക്കുന്നത്. ദേശീയഗാനം ജനഗണമനയും ദേശീയഗീതം വന്ദേമാതരവുമാണ്. ഇതുപോലുള്ള ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് എല്ലാവരും നന്നായി പഠിക്കുക. റെഡിയല്ലേ? ഈ പാഠത്തില് നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്നറിയോ? ആദ്യം നമ്മൾ പക്ഷികളുടെ ലോകത്തേക്ക് ഒരു ചെറിയ യാത്ര പോകും. പിന്നെ പക്ഷികളുടെ ചില പ്രത്യേക വിശേഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കും. അത് കഴിഞ്ഞ് പക്ഷികളെപ്പറ്റി നമ്മൾ ഉറപ്പായും അറിയേണ്ട കുറെ കാര്യങ്ങളുണ്ട്, അത് പഠിക്കും. ശേഷം നമ്മൾ മനുഷ്യരും പക്ഷികളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് സംസാരിക്കും. പിന്നെ നമ്മുടെ നാട്ടിലെ ചില പ്രത്യേക പക്ഷികളെയും അവരെ സംരക്ഷിക്കുന്ന സങ്കേതങ്ങളെയും പരിചയപ്പെടും. ഏറ്റവും അവസാനം നമ്മൾ ഇത്രയും നേരം പഠിച്ചതെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കും. അപ്പോ നമുക്ക് തുടങ്ങിയാലോ? നമ്മുടെ ആദ്യത്തെ ഭാഗം ഇതാണ്: പക്ഷിലോകത്തേക്കൊരു യാത്ര. കൂട്ടുകാരുടെ വീടിന്റെ പരിസരത്തൊക്കെ ഒരുപാട് പക്ഷികളില്ലേ? കാക്ക, പ്രാവ്, തത്ത, മൈന.
അല്ലേ? പക്ഷേ ഈ പക്ഷികളെല്ലാം ഒരുപോലെയാണോ ഇരിക്കുന്നത്? ഒരിക്കലുമല്ല. അവയെ എങ്ങനെയാണ് നമുക്ക് തിരിച്ചറിയാൻ കഴിയുക എന്ന് നോക്കാം. നോക്കൂ കൂട്ടുകാരെ, എല്ലാ പക്ഷികളും ഒരുപോലെയല്ല. അവയുടെ തൂവലുകളുടെ നിറത്തിൽ തന്നെ എന്തുമാത്രം വ്യത്യാസമുണ്ടല്ലേ? മയിലിന്റെ ഭംഗിയുള്ള പീലിയുടെ നിറം ഓർത്തുനോക്കൂ. അതേസമയം കാക്കയുടെ നിറം കറുപ്പാണ്, തത്തയ്ക്ക് പച്ചനിറം. അതുപോലെ തന്നെയാണ് അവയുടെ ശരീരത്തിന്റെ ആകൃതിയും. കൊക്കിന്റെ കാര്യത്തിലും അതെ, നിറത്തിലും ആകൃതിയിലും വ്യത്യാസമുണ്ട്. അവ പറക്കുന്ന രീതി, നടക്കുന്ന രീതി, കണ്ണുകളുടെ പ്രത്യേകത, കാലുകളുടെ ആകൃതിയും വലുപ്പവും, ഇതിലെല്ലാം ഓരോ പക്ഷിക്കും അതിന്റേതായ വ്യത്യാസങ്ങളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് ഏതു പക്ഷിയും എളുപ്പത്തിൽ തിരിച്ചറിയാൻ പറ്റും. നമുക്കെല്ലാവർക്കും ഒരു നല്ല പക്ഷി നിരീക്ഷകനാകാം. പക്ഷേ അതിന് ചില മര്യാദകളുണ്ട്. പക്ഷികളെ കാണാൻ പോകുമ്പോൾ നമ്മൾ ഒച്ചയുണ്ടാക്കാൻ പാടില്ല. അവർ പേടിച്ച് പറന്നുപോകും. പിന്നെ അവയെ ഒരു കാരണവശാലും ഉപദ്രവിക്കരുത്. ഓരോ പക്ഷിക്കും ഓരോ തരം പാട്ടാണ്, ഓരോ ശബ്ദമാണ്. അത് ചെവി കൂർപ്പിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം. പിന്നെ അവയുടെ നിറം, കൊക്കിന്റെ ആകൃതി, കണ്ണ്, കാല് ഇതെല്ലാം നന്നായി നിരീക്ഷിക്കണം. അവസാനം അവ എവിടെയാണ് കൂടുണ്ടാക്കിയിരിക്കുന്നത്, എങ്ങനെയാണ് ആ കൂട് എന്നൊക്കെ കണ്ടെത്താൻ ശ്രമിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. ഓക്കെ, ഇനി നമുക്ക് പക്ഷികളുടെ ചില സൂപ്പർ വിശേഷങ്ങൾ പഠിച്ചാലോ? എല്ലാ പക്ഷികളും എപ്പോഴും ഒരേ സ്ഥലത്ത് തന്നെയാണോ താമസിക്കുന്നത്? അല്ല, ചില പക്ഷികൾ ഒരുപാട് ദൂരം യാത്ര ചെയ്യുന്നവരാണ്. അത്തരം പക്ഷികളെപ്പറ്റിയും അവയുടെ ഇഷ്ടഭക്ഷണങ്ങളെപ്പറ്റിയും നമുക്കിനി പഠിക്കാം. എന്താണ് ദേശാടന പക്ഷികൾ? ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് കാലാവസ്ഥ അനുസരിച്ച് പറന്നു പോകുന്ന പക്ഷികളാണ് ദേശാടന പക്ഷികൾ. നമ്മുടെ കേരളത്തിലേക്ക് ഒരുപാട് വിരുന്നുകാരെത്താറുണ്ട്. അങ്ങനെയുള്ള ചില ദേശാടന പക്ഷികളുടെ പേരുകൾ നോക്കൂ. കാട്ടുവാലുകുലുക്കി, പച്ചക്കാലി, കാവി, വരിയെരണ്ട, പൊന്മണൽക്കോഴി, നീലച്ചെമ്പൻ, നാഗമോഹൻ, നീർക്കാട, പവിഴക്കാലി, വലിയ വേലിത്തത്ത. ഈ പേരുകളെല്ലാം ഓർത്തുവെക്കണം കേട്ടോ, പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നോക്കിക്കേ, ഓരോ പക്ഷിക്കും ഓരോ ഇഷ്ടഭക്ഷണമുണ്ട്. തത്തയ്ക്ക് ഏറ്റവും ഇഷ്ടം ധാന്യങ്ങളും നെല്ലിക്കയും മുളകും ഒക്കെയാണ്. പൊന്മാനോ വെള്ളത്തിനടിയിൽ ഒറ്റിയിരിപ്പാണ്, മീൻ കിട്ടാൻ വേണ്ടി. മരം കൊത്തി അതിന്റെ നീണ്ട ബലമുള്ള ചുണ്ടുപയോഗിച്ച് മരം കൊത്തി അതിനകത്തുള്ള പ്രാണികളെയും പുഴുക്കളെയും കഴിക്കും. ഇത്തിക്കണ്ണിക്കുരുവിയാണെങ്കില് പൂക്കളിലെ തേനും ചെറിയ പഴങ്ങളുമാണ് കഴിക്കുക. ഓരോ പക്ഷിയുടെയും കൊക്കിന്റെ ആകൃതി അവയുടെ ഭക്ഷണരീതിക്ക് അനുയോജ്യമായ രീതിയിലായിരിക്കും. ഈ പട്ടിക വളരെ പ്രധാനപ്പെട്ടതാണ്. പരീക്ഷയ്ക്ക് ചേരുംപടി ചേർക്കാനൊക്കെ ചോദിക്കാൻ സാധ്യതയുണ്ട്. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് വളരെ വളരെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ്. പരീക്ഷയ്ക്ക് ഉറപ്പായും ഈ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ വരും. പക്ഷികളെക്കുറിച്ചുള്ള പഠനത്തിന് പറയുന്ന പേരെന്താണ്? നമ്മുടെ സംസ്ഥാനത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? അങ്ങനെയുള്ള ചില കാര്യങ്ങൾ. എന്റെ കുട്ടികളെല്ലാവരും വളരെ ശ്രദ്ധിച്ചിരിക്കണം. ഈ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കണം. കാലിയോളജി. എന്താണിത്? പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള ശാസ്ത്രീയ പഠനത്തിന് പറയുന്ന പേരാണ് കാലിയോളജി. ഇത് തെറ്റിപ്പോകരുത്. പക്ഷികളെക്കുറിച്ചുള്ള പഠനമല്ല, പക്ഷികളുടെ കൂടുകളെക്കുറിച്ചുള്ള പഠനമാണിത്. ഓർത്തുവെക്കണേ, കാലിയോളജി, പക്ഷിക്കൂടുകളെക്കുറിച്ചുള്ള പഠനം. എന്നാൽ പക്ഷികളെക്കുറിച്ച് മൊത്തത്തിൽ പഠിക്കുന്നതിനോ? അതിന് പറയുന്ന പേരാണ് ഓർണിത്തോളജി, അതായത് പക്ഷിശാസ്ത്രം. അപ്പോൾ ടീച്ചർ ഒന്നുകൂടി പറയാം, ശ്രദ്ധിച്ചു കേൾക്കണേ. കാലിയോളജി പക്ഷികളുടെ കൂടുകളെക്കുറിച്ചും ഓർണിത്തോളജി പക്ഷികളെക്കുറിച്ചുമാണ് പഠിക്കുന്നത്. ഈ രണ്ടു വാക്കുകളും തമ്മിൽ മാറിപ്പോകരുത് കേട്ടോ. ഇത് പരീക്ഷയ്ക്ക് വളരെ പ്രധാനമാണ്. ഇതൊരു പക്ഷേ എന്റെ എല്ലാ കൂട്ടുകാർക്കും അറിയാമായിരിക്കും അല്ലേ? നമ്മുടെ സ്വന്തം സംസ്ഥാനമായ കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? അതെ, മലമുഴക്കി വേഴാമ്പൽ. അതിന്റെ വലിയ ചിറകുകൾ അടിച്ചു പറക്കുമ്പോ മല മുഴങ്ങുന്നതുപോലത്തെ ഒരു ശബ്ദം കേൾക്കുമത്രേ. അതുകൊണ്ടാണ് ഈ പക്ഷിക്ക് ഈ പേര് വന്നത്. ഇത് മറക്കരുത്. പരീക്ഷയ്ക്ക് ഉറപ്പായും ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. പക്ഷികളെ അവയുടെ ആഹാരരീതി അനുസരിച്ച് നമുക്ക് പലതായി തിരിക്കാം. നോക്കൂ, ചില പക്ഷികൾ പഴങ്ങൾ മാത്രം തിന്നുന്നവരാണ്. ഉദാഹരണത്തിന് ബുൾബുൾ, കുയിൽ എന്നിവ. ചിലർ പൂന്തേൻ നുകരുന്നവരാണ്, നമ്മുടെ കുഞ്ഞൻ തേൻകിളിയെപ്പോലെ. മറ്റു ചിലർ പ്രാണികളെയും പുഴുക്കളെയും ഭക്ഷിക്കും. തത്തയെയും കോഴിയെയും പോലെ ധാന്യങ്ങൾ കഴിക്കുന്നവരുണ്ട്. പിന്നെ പരുന്തിനെയും കഴുകിനെയും പോലെ ആകാശത്തുനിന്ന് ഇരയെ റാഞ്ചി പിടിക്കുന്ന പക്ഷികളുമുണ്ട്. അടുത്തതായി നമ്മൾ ചർച്ച ചെയ്യുന്നത് പക്ഷികളും നമ്മളും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ്. പക്ഷികൾ നമുക്ക് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മുടെ ചില പ്രവൃത്തികൾ കാരണം പക്ഷികൾ ഒരുപാട് ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്നുണ്ട്. അതെന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. പക്ഷികൾ നമുക്ക് ചെയ്യുന്ന ഉപകാരങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. അവ പ്രകൃതിയുടെ ബാലൻസ് നിലനിർത്താൻ സഹായിക്കുന്നു. പഴങ്ങൾ തിന്ന് അവയുടെ വിത്തുകൾ പലയിടത്തും കൊണ്ടിടുന്നതിലൂടെ പുതിയ മരങ്ങളും ചെടികളും ഉണ്ടാകുന്നു. ഇതിനാണ് വിത്തുവിതരണം എന്ന് പറയുന്നത്. കൃഷിയിടങ്ങളിലെ കീടങ്ങളെ കൊന്നൊടുക്കി കർഷകരെ സഹായിക്കുന്നു.
പൂക്കളിൽ പരാഗണം നടത്താനും പക്ഷികൾ സഹായിക്കുന്നു. പിന്നെ ചത്ത ജീവികളെയൊക്കെ ഭക്ഷിച്ച് നമ്മുടെ പ്രകൃതിയെ വൃത്തിയാക്കാനും ഇവർ സഹായിക്കുന്നുണ്ട്. എന്നാൽ നമ്മൾ മനുഷ്യർ ചെയ്യുന്ന പല കാര്യങ്ങളും കാരണം പക്ഷികളുടെ എണ്ണം ഒരുപാട് കുറയുന്നുണ്ട്. അവർക്ക് ഭക്ഷണം കിട്ടാതാകുന്നു, കൂടുവയ്ക്കാനുള്ള വലിയ മരങ്ങൾ നമ്മൾ വെട്ടിമാറ്റുന്നു, നമ്മുടെ ശല്യം കാരണം അവയ്ക്ക് സ്വസ്ഥമായി ജീവിക്കാൻ പറ്റുന്നില്ല, വായുവിലെയും വെള്ളത്തിലെയും മലിനീകരണം, പിന്നെ കൃഷിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന അമിതമായ രാസവളപ്രയോഗവും പക്ഷികൾക്ക് വലിയ ഭീഷണിയാണ്. ഈ പേര് എന്റെ എല്ലാ കുട്ടികളും ഓർത്തുവെക്കണം. ഡോക്ടർ സലീം അലി. അദ്ദേഹത്തെയാണ് ഇന്ത്യയുടെ പക്ഷിമനുഷ്യൻ എന്ന് സ്നേഹത്തോടെ വിളിക്കുന്നത്. പക്ഷികളെക്കുറിച്ച് ഒരുപാട് പഠനങ്ങൾ നടത്തിയ മഹാനായ ഒരു വ്യക്തിയാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ ആത്മകഥയുടെ പേരാണ് ഒരു കുരുവിയുടെ പതനം. ഈ പുസ്തകത്തിന്റെ പേരും എഴുതിയ ആളുടെ പേരും പരീക്ഷയ്ക്ക് വളരെ വളരെ പ്രധാനമാണ്. നോക്കൂ, നവംബർ 12. ഈ ദിവസത്തിന് 2 വലിയ പ്രത്യേകതകളുണ്ട്. ഒന്ന്, ഇത് ഡോക്ടർ സലീം അലിയുടെ ജന്മദിനമാണ്. 2, അദ്ദേഹത്തോടുള്ള ബഹുമാനം കാരണം നമ്മൾ ഈ ദിവസം ദേശീയ പക്ഷി നിരീക്ഷണ ദിനമായി ആചരിക്കുന്നു. അപ്പോൾ ദേശീയ പക്ഷി നിരീക്ഷണ ദിനം എന്നാണ്? നവംബർ 12. മറക്കരുത് കേട്ടോ. ഡോക്ടർ സലീം അലിയെപ്പോലെ കേരളത്തിൽ നിന്നുള്ള വളരെ പ്രശസ്തനായ ഒരു പക്ഷി നിരീക്ഷകനാണ് കെ നീലകണ്ഠൻ. അദ്ദേഹം ഇന്ദുചൂടൻ എന്ന തൂലികാരാമത്തിലാണ് പക്ഷികളെക്കുറിച്ചുള്ള പുസ്തകങ്ങൾ എഴുതിയിരുന്നത്. അപ്പൊ പരീക്ഷയ്ക്ക് ഇന്ദുചൂടൻ എന്നറിയപ്പെടുന്നത് ആരാണെന്ന് ചോദിച്ചാൽ എന്റെ കുട്ടികൾ എന്തുത്തരം പറയും? കെ നീലകണ്ഠൻ. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ്. നമ്മൾ നമ്മുടെ പാഠത്തിന്റെ അവസാന ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇവിടെ നമ്മൾ ചില പ്രത്യേകതകളുള്ള പക്ഷികളെക്കുറിച്ചും അവയെ സംരക്ഷിക്കുന്ന നമ്മുടെ നാട്ടിലെ പക്ഷി സങ്കേതങ്ങളെക്കുറിച്ചും പഠിക്കും. പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാൻ സാധ്യതയുള്ള ഒരു ഭാഗമാണിത്. എല്ലാവരും ശ്രദ്ധിക്കുക. ചില രസകരമായ കാര്യങ്ങൾ നമുക്ക് നോക്കാം. രാത്രി മാത്രം സഞ്ചരിക്കുന്ന പക്ഷികളെയാണ് നമ്മൾ നിശാസഞ്ചാരികളെന്ന് പറയുന്നത്. ഉദാഹരണത്തിന് മൂങ്ങ, കാട്ടുമൂങ്ങ, നത്ത്. ലോകത്തിലെ ഏറ്റവും വലിയ പക്ഷി ഏതാണ്? ഒട്ടകപ്പക്ഷി. ഏറ്റവും വലിയ മുട്ടയിടുന്നതും ഒട്ടകപ്പക്ഷിയാണ്. ഏകദേശം 1.5 കിലോഗ്രാം ഭാരം വരും ആ മുട്ടയ്ക്ക്. കരയിലെ ജീവികളിൽ ഏറ്റവും വലിയ കണ്ണുള്ളതും ഒട്ടകപ്പക്ഷിക്കാണ്. വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ജീവികളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുന്ന ഒരു പുസ്തകമുണ്ട്. അതിന്റെ പേരാണ് റെഡ് ഡേറ്റാ ബുക്ക്. ഈ ഓരോ പോയിന്റും ഓരോ ചോദ്യമാണ്. വളരെ പ്രധാനമാണ് കേട്ടോ. ഇനി കേരളത്തിലെ പ്രധാനപ്പെട്ട പക്ഷിസങ്കേതങ്ങൾ എവിടെയൊക്കെയാണെന്ന് പരിചയപ്പെടാം. തട്ടേക്കാട് പക്ഷിസങ്കേതം എറണാകുളം ജില്ലയിലാണ്. ഇത് കേരളത്തിലെ ആദ്യത്തേതും ഏറ്റവും വലുതുമാണ്. കോട്ടയം ജില്ലയിൽ വേമ്പനാട്ട് കായലിന്റെ തീരത്താണ് കുമരകം പക്ഷിസങ്കേതം. പാലക്കാട് ജില്ലയിലെ ചൂലന്നൂർ മയിലുകളെ സംരക്ഷിക്കുന്ന കേന്ദ്രമാണ്. എറണാകുളം ജില്ലയിൽ തന്നെയുള്ള മംഗളവനം കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷിസങ്കേതമാണ്. മലപ്പുറം ജില്ലയിലെ കടലുണ്ടി ദേശാടന പക്ഷികളുടെ പറുദീസ എന്നറിയപ്പെടുന്നു. വയനാട് ജില്ലയിലെ ബ്രഹ്മഗിരി കുന്നുകളിലാണ് പക്ഷിപാതാളം സ്ഥിതി ചെയ്യുന്നത്. ഈ പട്ടിക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സങ്കേതവും ഏത് ജില്ലയിലാണെന്നും അതിന്റെ പ്രത്യേകത എന്താണെന്നും കൃത്യമായി പഠിച്ചുവെക്കണം.